ദേശീയ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയുടെ മേൽവിലാസം അത് അയോധ്യയാണ്. അവിടെ ഇപ്പോൾ ബി.ജെ.പിയെ അമ്പരപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം നടന്നിരിക്കുകയാണ്. നടത്തിയത് സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയും. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അയോധ്യ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സമാജ്വാദി പാർട്ടി അധ്യക്ഷനും എം.പിയുമായ അഖിലേഷ് യാദവ് നടത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് അടുത്ത വർഷം ആദ്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനിയും മാസങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിന്തിച്ചു തുടങ്ങിയിട്ട് പോലും ഉണ്ടാകില്ല. ആ സമയത്താണ് ഒരു സുപ്രധാന സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതിപക്ഷത്ത് നിന്ന് ബി.ജെ.പിയെ ഞെട്ടിച്ചുകൊണ്ടുണ്ടായിരിക്കുന്നത്. അവിടുത്തെ മുൻ എം.എൽ.എയും മുതിർന്ന നേതാവുമായ തേജ് നാരായൺ പാണ്ഡെ എന്ന പവൻ പാണ്ഡെയാണ് കളത്തിലിറങ്ങുക. വെറും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുമപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി എന്താണെന്ന് വിളിച്ചു പറയുകയാണ് അഖിലേഷ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ബി.ജെ.പിയെ തകർത്തെറിയാനുള്ള ചടുല നീക്കത്തിന്റെ തുടക്കമായാണ് എസ്.പി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിലൂടെ ബി.ജെ.പിയുമായുള്ള ശക്തമായ രാഷ്ട്രീയ യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അഖിലേഷ്. 2012 അയോധ്യ എം.എൽ.എ ആയിരുന്ന പവൻ പിന്നീട് 2017 22 പരാജയപ്പെട്ടു. 2017 ബി.ജെ.പിയുടെ ഭൂരിപക്ഷം 1,00,000-ന് മുകളിലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 20,000-ൽ താഴെയാക്കി. അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കലും അവിടെ രാമക്ഷേത്രം പണിയുമെന്ന വാഗ്ദാനവുമായിരുന്നു 90കളിൽ ബി.ജെ.പിക്ക് കരുത്ത് നൽകിയത്. ഒടുവിൽ ആ വാഗ്ദാനം പൂർത്തീകരിച്ച് 2024 ജനുവരിയിൽ അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി. പക്ഷേ 3 മാസത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി തോറ്റു നാണം കെട്ടു. സമാജ്വാദി പാർട്ടിയാണ് ബി.ജെ.പി അവിടെ നിന്ന് തുരത്തിയത്. ഇന്നിപ്പോൾ അയോധ്യ ദേശീയ തലത്തിൽ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. അത് അവിടുത്തെ സംഭാവന കൊള്ളയുടെ പേരിലാണ്. ആ കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ളത് സംഘപരിവാർ നേതാക്കളും. ഇത് ബി.ജെ.പിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഭക്തിയുടെ പേര് പറഞ്ഞ് അമ്പലം പണിഞ്ഞിട്ട് ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്ന പാർട്ടിയായി ബി.ജെ.പി മാറിയെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അതിന് മറുപടി പറയാൻ ബി.ജെ.പിക്ക് സാധിക്കുന്നില്ല എന്നതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇതിനെ എങ്ങനെ നേരിടണമെന്ന ആശങ്ക പാർട്ടിയെ ഇതിനോടകം ബാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വിജയത്തിനുള്ള പ്രധാന പ്രചരണായുധമായി മാറുമെന്ന് ബി.ജെ.പി സ്വപ്നം കണ്ടിരുന്ന രാമക്ഷേത്രം പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ അടിവേരിറക്കുന്ന ആയുധമായി പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതുവെച്ചുള്ള പണികൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടെ ഉത്തർപ്രദേശിൽ തുടങ്ങിയിട്ടുമുണ്ട്. അതിന്റെ ആദ്യ ചുവടുവയ്പായാണ് ദേശീയ രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ചുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറയാം. ക്ഷേത്രക്കൊള്ള സൃഷ്ടിച്ചിരിക്കുന്ന ബി.ജെ.പിക്കെതിരായ ജനവികാരം വരുന്ന തെരഞ്ഞെടുപ്പിൽ അയോധ്യയ്ക്കും അപ്പുറം സംസ്ഥാനമാകെ വീശിയടിപ്പിക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യമുണ്ടാക്കിയ നേട്ടം കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. അന്ന് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം കൈവിട്ടത് ബി.ജെ.പിക്കേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു. ബി.ജെ.പിയുടെ രാമരാഷ്ട്രീയം വിലപ്പോകില്ലെന്ന് വോട്ടർമാർ തെളിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. ഇന്നിപ്പോൾ രാമന്റെ പേര് പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പാർട്ടിയായി ബി.ജെ.പി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൂടിയാകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്ന് പ്രതിപക്ഷം ഉറപ്പിക്കുന്നു.